അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന് നേരെ ഭീഷണി സന്ദേശം ഇമെയിൽ വഴിയാണ് സന്ദേശം ലഭിച്ചത്. അന്വേഷണം നടത്തുന്നുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഇന്നലെയും മിനിയാന്നുമായി രാത്രിയിലാണ് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന് നേരെയുള്ള ഭീഷണി സന്ദേശം ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. പോലീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിൽ 2 ദിവസങ്ങളിൽ രാത്രിയിൽ അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന് നേരെ ഭീഷണി സന്ദേശം ലഭിച്ചു. അതുമായി ബന്ധപ്പെട്ട ഇമെയിൽ ആരാണ് അയച്ചത് എന്നത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം ഇത്തരമൊരു സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അയോധ്യ ക്ഷേത്ര നഗരിയിൽ പ്രത്യേക പരിശോധന നടത്തിയിട്ടുണ്ട്. അസ്വാഭാവികമായി യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒപ്പം അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അയോധ്യയിൽ ഇത്തരത്തിലുള്ള സുരക്ഷാ ഭീഷണി നേരിടുന്നതിന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസും ഒപ്പം അർദ്ധസൈനിക വിഭാഗവും സജ്ജമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ 2 ദിവസങ്ങളിലായി രാത്രിയിൽ ഇമെയിൽ വഴി ക്ഷേത്രത്തിന് നേരെ ഭീഷണി സന്ദേശം ലഭിച്ചത്. അത് എവിടെ നിന്നാണ് ലഭിച്ചത്, എത്രത്തോളം ഗൗരവം അതിന് നൽകേണ്ടതുണ്ട് എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന ഇതിനോടകം തന്നെ അന്വേഷണ ഏജൻസികൾ നടത്തിവരികയാണ്. വിഷ്ണു. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.